ഇന്ന് ഒക്ടോബർ 9 ലോക തപാൽ ദിനമാണ്. 1874 സ്വിറ്റ്സർലൻഡിലെ ബേണിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം നമ്മൾ ആചരിക്കുന്നത്. തപാലിനെക്കുറിച്ച് ഓർത്താൽ എനിക്ക് ഒരു 36-37 വർഷം മുമ്പ് ഉള്ള ഓർമ്മകൾ മുതലുണ്ട്. അതായത് എൻ്റെ കല്യാണം വളരെ ചെറുപ്പത്തിലേ നടന്നു. കല്യാണം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് ചേട്ടൻ തിരിച്ച് സൗദിക്ക് പോയ അന്ന് മുതലുള്ള എഴുത്താണ്. അന്ന് മുതൽ സൗദിയിൽ എത്തിയോന്നറിയില്ല, അതിനു മുമ്പ് ഇവിടുന്ന് എഴുത്തെഴുതാൻ തുടങ്ങി. അപ്പോൾ എൻവലപ്പും ലെറ്റർ പാഡും എല്ലാം വാങ്ങിച്ചു തന്നിട്ടാണ് പോയത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ എഴുത്ത് അവിടെ വരാൻ കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ അതിന് റിപ്ലൈ വരാൻ കാത്തിരിക്കേണ്ട, ഇന്ന് മുതൽ എഴുതി തുടങ്ങണം. എങ്ങനെ പോയാലും ഒരു എഴുത്ത് എഴുതി വരുമ്പോൾ 3 ദിവസമാകും. അത് അയച്ച് തുടങ്ങി കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും എഴുതി തുടങ്ങണമെന്നാണ് പറഞ്ഞിട്ട് പോയേക്കുന്നത്. എങ്ങനെയാണെങ്കിലും ആഴ്ച 2 എഴുത്തെങ്കിലും പോസ്റ്റ് ചെയ്യും. ആ എഴുത്ത് സൗദി ചെല്ലണമെങ്കിൽ 10 മുതൽ 15 ദിവസം വരെ എടുക്കുമായിരുന്നു. നമ്മളൊരു വിവരം എഴുതി ചോദിച്ചാൽ അതിന് റിപ്ലൈ വരണമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടും അത്രയും ദിവസം എടുക്കും. മിനിമം ഒരു 25 ദിവസമെങ്കിലും എടുക്കും നമ്മളൊരു എഴുത്തിൻ്റെ റിപ്ലൈ നമുക്ക് കിട്ടാനായിട്ട്. അങ്ങനെ എഴുത്തുകൾ കാത്തിരിക്കുക, എൻവലപ്പ് വാങ്ങിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ ഒരു മൈൻഡ്. കല്യാണം കഴിച്ച ആ സമയത്തുള്ള ഒരു മൈൻഡ്. അതായത് ഈ ഫോൺ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന കാലത്ത്. അപ്പോൾ എഴുത്തുകൾക്ക് നമ്പർ ഇടും, 1, 2 അങ്ങനെ നമ്പർ ഇടും. ഏതെങ്കിലും എഴുത്ത് മിസ്സായോ എന്നറിയാനായിട്ട്. അതായത് 8ാമത്തെ എഴുത്ത് കിട്ടാതെ 7 കഴിഞ്ഞു, പിന്നെ 9 കിട്ടുന്നെങ്കിൽ 8 എവിടെ പോയി എന്ന് അന്വേഷിക്കണമല്ലോ. അങ്ങനെ നമ്പർ ഇടും. അങ്ങനെ ഒരു 120-നും 130-നും ഇടയ്ക്ക് അത്ര എഴുതി കഴിയുമ്പോഴായിരിക്കും അടുത്ത വെക്കേഷൻ ആൾ വരുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ പോസ്റ്റ് ചെയ്യാൻ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ബോക്സിൽ ഇടാനായിട്ട് കൊടുത്തു വിടുന്നത്. പക്ഷേ എഴുത്ത് വരാൻ താമസിച്ചാൽ എഴുത്ത് വന്നോ എന്നറിയാൻ അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിൽ പോവുക. എഴുത്ത് കണ്ടില്ലെങ്കിൽ വിഷമിച്ച് തിരിച്ചു വരിക. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും എഴുത്ത് കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവുക. ആ എഴുത്ത് അപ്പം തന്നെ പൊട്ടിച്ച് വായിക്കാൻ തോന്നും, പക്ഷേ നമ്മൾ റോഡിൽ നിന്ന് വായിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഓടിയെത്തി പെട്ടെന്ന് എഴുത്ത് വായിക്കുക. അങ്ങനെ ഒരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1998 അതോ 2020 എന്ന് ഓർക്കുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഔട്ട്ലുക്ക് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ മെയിൽ അയക്കുമായിരുന്നു. അപ്പോഴാ എൻവലപ്പൊക്കെ മാറി ഡെയിലി ചിലപ്പോൾ 1, 2, 3 എഴുത്തുകളൊക്കെ അയച്ച കാലമുണ്ട്. അതിനുശേഷം ആണ് പിന്നെ MS വേഡ് യൂസ് ചെയ്ത് എഴുത്തെഴുതാൻ തുടങ്ങിയത്. ഇപ്പോൾ അതും കഴിഞ്ഞ് വാട്സപ്പായി. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലൂടെ എല്ലാം സഞ്ചരിച്ച് വന്ന ആൾക്കാരാണ്. ഇപ്പം നമുക്ക് നെറ്റ് ഇല്ലെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ വൈഫൈ ഇല്ലെങ്കിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഫോൺ കയ്യിലില്ലെങ്കിലൊക്കെ ഭയങ്കര ഇതല്ലേ. ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊന്നും അറിയത്തില്ല. നമ്മളൊക്കെ ഏത് ത്രില്ലിലാണെന്ന് പോയോന്നൊന്നും ആർക്കും അറിയത്തില്ല. പിന്നത്തെ ഓർമ്മ എഴുത്തിനെക്കുറിച്ച്, എഴുത്ത് വരാൻ അവിടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും കാത്തിരിക്കുമല്ലോ. അപ്പോൾ എഴുത്ത് കണ്ടില്ലെങ്കിൽ ഫോൺ വിളിക്കാനും നിവൃത്തിയില്ല. ഫോണൊക്കെ വിളിക്കുന്ന മാസത്തിലൊരിക്കലൊക്കെ വളരെ അകലെയുള്ള ഒരു ലാൻഡ് ഫോണിലാണ് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എഴുത്തിലൂടെയാണ് എഴുതി വിടുന്നത്, ഇന്ന ദിവസം ഇന്ന സമയത്ത് ആ നമ്പറിൽ ഞാൻ വിളിക്കും. അത് 12 മണിക്ക് വിളിക്കുമെന്നായിരിക്കും എഴുത്തിൽ പറയുന്നത്. അപ്പം ഞാൻ പോയി 10 മണിക്കേ അവിടെ നോക്കി നിന്ന് ഫോൺ ബെല്ലടിക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷവും ഒക്കെ ഒന്നും പറയണ്ട. അവസാനം എഴുതി വരുമ്പം ലാസ്റ്റ് ഒരു വാക്ക് എഴുതും, സ്നേഹപൂർവ്വം ചേട്ടൻ്റെ മാത്രം ബീന. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു അധികാരവും ഇല്ലാത്ത പോലെയാണ് ഞാൻ അന്നൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ ഓർമ്മ, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എനിക്കൊരു ക്ലോസ് ആയിട്ടൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഇപ്പം US ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ അന്നത്തെ ആ എഴുത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും ദുബായിലാണ്. അപ്പോൾ ഞങ്ങൾ എന്നും കാണും. അതായത് ആദ്യം കണ്ടാണ് ചോദിക്കുന്നത്, എഴുത്ത് വന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അങ്ങനത്തെ ഒരു കാലം. ഇപ്പോഴും ആ പോസ്റ്റ് ഓഫീസ് കാണുമ്പോഴും ആ പോസ്റ്റ്മാനെ കാണുമ്പോഴും ഒക്കെ ഒരു ഭയങ്കര സ്നേഹവും നൊസ്റ്റാൾജിയയും ഒക്കെയാണ്.